ഗൈസ് ഹായ്. രാഹുലേട്ടന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. രാഹുലേട്ടനാണ് നമ്മളെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. സോറി ഗൈസ്, റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു പോയതോ. അപ്പോൾ 9:20 ട്രെയിൻ ലേറ്റ് ആണോ നോക്കിനാ? നോക്കടാ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. കുറേ കാലത്തിന് ശേഷമാണ് ഞാനിവിടെ വരുന്നത്. കുറേ ആയി. അപ്പം നമ്മൾ എവിടെയാണ് പോണേ, എന്തിനാണ് പോണേന്നൊക്കെ വീഡിയോയിലുണ്ട്. അപ്പം നിങ്ങളത് കണ്ടോളൂ കേട്ടോ. എറണാകുളം ജംഗ്ഷൻ എത്തി. എല്ലാവരും നിർത്തുന്നു. എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങാണ്ട് എത്ര സമയം അറിയിരിക്കുന്നു. ഞാനങ്ങനെ നൈറ്റൊന്നും ട്രാവൽ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും പിന്നെ അങ്ങനെ ഉറക്കം അത്ര ശരിയായില്ല. അപ്പം അതുകൊണ്ടാണ് കുറച്ചുറങ്ങിയിട്ട് പിന്നെ ഉറങ്ങാണ്ടിരിക്കുന്നത്. എന്തായാലും എത്തുമല്ലോ, എത്തിക്കഴിഞ്ഞാൽ ഉറങ്ങാൻ വിചാരിച്ചു. നമ്മളിപ്പോൾ ആലപ്പുഴ എത്തി. നമ്മൾ റൂമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ റൂമൊക്കെ തപ്പി കണ്ടുപിടിച്ച്, കാരണം അടുത്ത് തന്നെയാണ്, നടക്കേണ്ട ദൂരം ഉണ്ടായിട്ടുള്ളൂ. ആദ്യം ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ച, പക്ഷെ നോക്കുമ്പോൾ നടക്കേണ്ട ദൂരം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവരൊന്ന് സെറ്റാക്കുന്നവരൊന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമ്മളിവിടെ എത്തി ഗൈസ്. ഇനി കുറച്ച് ഉറങ്ങണം. കുവൈറ്റ് റെസിഡൻസി. ഗുഡ് മോർണിംഗ്. വിശക്കുന്നു. 9:30 ആകുമ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാൻ സൊമാറ്റോയിൽ നോക്കി. പിന്നെ വിചാരിച്ചു മതി, പോയിട്ട് കഴിക്കാമെന്ന്. പിന്നെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ടോയ്ലറ്റിലാണ്. എനിക്കൊന്ന് ജസ്റ്റ് ഫ്രഷായിട്ട് പോകണം. പോയി വന്നിട്ട് വേണം. നമ്മൾ വന്നത് ശരിക്കും കല്യാണത്തിനാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനാണ്. കല്യാണത്തിന് പോവാം. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഇതാണ് ഗൈസ് ആലപ്പുഴ, വലിയ കുളം. ഗൈസ്, അപ്പം നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ഇവിടെ അടുത്ത് തന്നെയല്ലേ കല്യാണം? അതൊരു രസമുണ്ടോ? ഒന്ന് ചോദിക്കാൻ ആരുമില്ല. പിന്നെയുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗോൾഡിൻ്റെ റിങ്.
മുടി ഉണങ്ങണം ഗൈസ്. ഷാമ്പൂ കണ്ടീഷണർ ഇട്ടതാണ്, ഉണങ്ങുന്നില്ല, കുറച്ച് സമയമായി ഗൈസ്. അവിടെ നല്ല വെളിച്ചം കുറവ്. ഇവിടെ നിന്നാണ് കുറച്ച് കണ്ണാടിയൊക്കെ നോക്കിയത്. അത് ഈ കളർ യൂസ് ചെയ്യാറില്ല, ഓഫ് വൈറ്റ് കളർ. പക്ഷേ ഫ്രണ്ട്സിൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. വെഡിങ്ങിന് വേണ്ടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നാളെ പോവാൻ പറ്റിയത് സമയമായി. വേണ്ട വേണ്ട, ഞാനോ ബാക്കിലെ താത്തി കഴിച്ചപ്പോൾ നല്ല സദ്യയായിരുന്നു. പിന്നെ അവിടെ സദ്യയുടെ കൂടെ ഒരു നാരങ്ങയും കൊടുക്കുന്നുണ്ടായിരുന്നു. അത് എന്തിനാന്ന് അറിയുന്നവരാരെങ്കിലും ഈ നാട്ടുകാരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നമ്മുടെ അങ്ങോട്ട് ഇങ്ങനെയൊന്നും ഇല്ല, കണ്ണൂരാണ് നമ്മുടെ സ്ഥലം വരുന്നത്. പിന്നെ പായസത്തിൻ്റെ കൂടെ ബോളി ഉണ്ടായിരുന്നു. റീൽസിലൊക്കെ കണ്ടിട്ട് എനിക്ക് കഴിക്കണം എന്ന് വിചാരിച്ചൊരു ഐറ്റമാണ് അത്. അപ്പോൾ അതും ഞാൻ കഴിച്ചു. നമ്മളിവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ എന്തായാലും ടൈമുണ്ട്, അപ്പം ആലപ്പുഴയിൽ എവിടെയെങ്കിലും പോകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബീച്ചിൽ പോകാൻ വെച്ചിട്ട് ബീച്ചിലെത്തി ഗൈസ്. പക്ഷേ കുട്ടിക്കത്തെ വെയിൽ കാരണം നമ്മൾ അവിടെ നിന്നിട്ടില്ല, വേഗം വീണ്ടും അടുത്ത ഓട്ടോറിക്ഷ കയറി. ഇവിടുത്തെ വെയിൽ നമുക്കായിരുന്നു ഫിലിമിന് പോകാമെന്ന് വെച്ചിട്ട് ഓട്ടോ ചേട്ടനോട് പറഞ്ഞ സമയത്താണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ട്, നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ വന്നു, കാരണം എന്തായാലും വന്നതല്ലേ. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കുട്ടനാട് അങ്ങനെ അങ്ങോട്ടേക്ക് പോകണമെന്ന്. പക്ഷെ നമുക്ക് ടൈം ഇല്ലാത്തത് കാരണമാണ് നമ്മൾ രാത്രി തന്നെ ട്രെയിൻ ബുക്ക് ചെയ്തത്. അപ്പോൾ എന്തായാലും ഉള്ള ടൈം വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാമെന്ന് വെച്ചിട്ട് ഷിക്കാര ബോട്ട് സർവീസ്, ഷിക്കാര എന്ന് ഇതിൻ്റെ പേര് പറയാം. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല ടൈമിങ്ങും ഉണ്ട്. 2 മണിക്കൂറിന് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുന്നമടക്കായൽ, വേമ്പനാട്ട് കായൽ, അങ്ങനെ അതിൻ്റെ നടുവിലൂടെ ഒരു ചെറിയൊരു റൈഡ്.
നാഷണൽ സെൻറ്റർ ഓഫ് എക്സലൻസ്. ഈവനിങ് ആയിക്കൊണ്ട് പോകണം അല്ലേ? വീട് താമസിച്ചു വീടുണ്ട്. വേണ്ട വേണ്ട, ഇവക്ക് പേടിയാ, ഇവക്ക് പേടിയാ. പയ്യാമല മുഴപ്പിലങ്ങാട് പയ്യാമല മീകുന്നോ? വിദോഷേട്ടനോട് ബൈ പറഞ്ഞ് ഇറങ്ങി നേരെ റൂമിലേക്ക്. നമ്മുടെ ചെക്ക് ഔട്ട് ടൈം വേഗം തന്നെ ആയതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഇറങ്ങി. വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ തന്നിട്ടില്ല. നമ്മൾ AC ഹാളിൽ വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു. ട്രെയിൻ വരാനാവുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരു 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ട്രെയിൻ വരും. ഒന്ന് റിലാക്സ് ചെയ്യുമ്പോഴേക്കും. അങ്ങനെ വെയിറ്റിംഗ് ആണ് ഗൈസ്. ഒരു കോഫിയൊക്കെ കുടിച്ച് ചില്ലായിട്ട് വെയിറ്റിംഗ് ആണ്. കേസ് അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി. രണ്ടാൾക്കും മേളിൽ തന്നെ എടുത്തിട്ടുള്ളത്.
കുറച്ച് സമയം ഫിലിം കണ്ടിട്ട് നമ്മൾ ഉറങ്ങിയായിരുന്നു. സൈഡിലാണ്. അപ്പം കുറച്ച് ഉറങ്ങാൻ പറ്റുള്ളൂ. പോയിട്ട് ഉറങ്ങണം. വടകരയൊക്കെ എത്താനായപ്പോൾ ഇവിടെ വന്നിരുന്നു. എത്താനായല്ലോ. എത്തി ഗൈസ്, നമ്മളെത്തി. ഗുഡ് നൈറ്റ്. സമയം 4:45 മണി ഏകദേശം. എൻ്റെ അടുത്ത് ഉറങ്ങിയിട്ടില്ല. കുറച്ച് സമയം ഉറങ്ങണം. നൈറ്റ് വീണ്ടും പോകാനുള്ളതാണ്. ബായ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബായ്.